പ്ലസ് ടു സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് MBBS അല്ലെ. അപ്പൊ MBBS ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ഇന്ത്യൻ MBBS ഒന്ന് എബ്രോഡ് MBBS ആണ്. അപ്പൊ എബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ എബ്രോഡ് MBBS സ്റ്റഡി ഇതിനെ ബേസ് ചെയ്ത് 2021 NMC നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി MBBS കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇനി ഈ NMC നോംസ് എല്ലാം അല്ലെങ്കിൽ ഇതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് മെയിൻ ആയിട്ട് 5 നോംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് മീഡിയം ഓഫ് ലാംഗ്വേജ് ഷുഡ് ബി ഇംഗ്ലീഷ്. അതായത് നമ്മൾ എടുത്തേക്കുന്ന കോഴ്സ് നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴ്സ് ഡ്യൂറേഷൻ 54 മന്ത്സ് ആയിരിക്കണം. മിനിമം 54 മന്ത്സ് ആയിരിക്കണം നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. തേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മൾ 1 ഇയർ ഇന്റേൺഷിപ്പ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ഇനി ഫോർത്ത് കാറ്റഗറിയിൽ നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് ഷെഡ്യൂൾ 1 പറയുന്ന സബ്ജക്ട്സ് ഓൾറെഡി ഈ ഒരു ഗസറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ഏതൊക്കെ സബ്ജക്ട് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഗസറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കോഴ്സിന് ശേഷം റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്മൾ അതിനകത്ത് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കണം. ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രാജ്യത്തെ പൗരന് മെഡിക്കൽ ഇത് പഠിക്കാനായിട്ട് ഏതാണോ ഡിഗ്രി അവരെടുത്ത് വെക്കുന്നത് ആ ഒരു ഡിഗ്രി നമ്മളും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇതൊക്കെയാണ് NMC ഗസറ്റിൽ പറഞ്ഞേക്കുന്ന മെയിൻ 5 നോംസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഗസറ്റിന്റെ താഴെ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാണോ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തേക്കണം അതിലേക്ക് 10 വർഷത്തിനുള്ളിൽ നമ്മൾ നെസ്റ്റ് എന്ന് പറയുന്ന എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ആണ്. അതായത് ഇന്ത്യയിൽ വന്ന് നമുക്ക് ഈ ഒരു കോഴ്സിന് ശേഷം ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ PG എടുക്കാനായിട്ടോ നമ്മൾ എഴുതേണ്ട ക്ലിയർ ആക്കേണ്ട ഒരു എക്സാം ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കൺട്രിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് 3 വർഷത്തെ വാലിഡിറ്റിയാണ് ഉള്ളത്. നമ്മൾ ഏത് രാജ്യമാണോ ചൂസ് ചെയ്യുന്നത് അവിടെ പോയി പഠിക്കാനായിട്ട് 3 വർഷത്തെ വാലിഡിറ്റിയാണ് ഉള്ളത്. കൂടാതെ തന്നെ നീറ്റ് ക്വാളിഫൈ ആയി മാത്രമേ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ ഡയറക്റ്റ് വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ സ്റ്റുഡൻസ്, ഈ ഞാൻ പറഞ്ഞ NMC ഗസറ്റ് നിങ്ങൾക്കും സെർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഗൂഗിളിൽ NMC ഗസറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഗസറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൽ 2021 നവംബർ 18 പബ്ലിഷ് ചെയ്ത ഒരു ലിങ്ക് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ഈ ഒരു ഗസറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഹിന്ദിയിലായിരിക്കും. നമ്മൾ ഡൗൺലോഡ് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ നോക്കണം. അതാണ് ഗസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് MBBS എബ്രോഡിനെ കുറിച്ചോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോ കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.